മോഷ്ടാക്കൾ വിലസുകയാണ് കോഴിക്കോട്. ഒരേ ദിവസം 3 വെവ്വേറിടങ്ങളിൽ മോഷണശ്രമം ഉണ്ടായി. ATM തൊട്ട് കൺസ്യൂമർ ഫെഡ് വരെ മോഷ്ടാക്കൾ ആവും വിധം മോഷണത്തിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഫലം കണ്ടിട്ടില്ല. ATM തകർത്ത് പണം മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മാത്രമാണ് പിടിയിലായത്. മറ്റ് മോഷണങ്ങളിലും ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് പ്രതികൾക്കായി പോലീസ്. പുലർച്ചെയാണ് മോഷ്ടാക്കൾ സ്വൈരവിഹാരം നടത്തുന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 3 ഇടങ്ങളിലാണ് മോഷണ ശ്രമം നടന്നത്. വെവ്വേറെ ഇടങ്ങളിലാണ് വെവ്വേറെ മോഷണ സംഘം അരയും തലയും മുറുക്കിയിറങ്ങിയത്. പുലർച്ചെ 2 മണിയോടെയാണ് ആദ്യ മോഷണം. സ്ഥലം സരോവരം ബൈപ്പാസിലെ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റ്. മുഖം മറച്ചെത്തിയ 2 പേർ തിടുക്കപ്പെട്ട് പൂട്ട് പൊളിക്കാനുള്ള ശ്രമം. പൂട്ട് അറുത്തറുത്തു വരുന്നതിനിടെ രക്ഷകനെത്തി. അതുവഴി വന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ കള്ളന്മാരെ കണ്ടു. ഏറ്റുമുട്ടാൻ നിൽക്കാതെ നാട്ടുകാരെ വിളിച്ചുകൂട്ടാൻ ബഹളം വെച്ചു. ഇത് കേട്ട സംഘം ഓടി രക്ഷപ്പെട്ടു. മോഷ്ടാക്കളുടെ മുഖം മറച്ച ദൃശ്യങ്ങൾ കൃത്യമായി CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അടുത്ത മോഷണം പുലർച്ചെ 2:30 ചാത്തമംഗലം കളന്തോട്ടിലെ SBI ATM ആണ് സ്ഥലം. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM തകർത്ത് പണം കവരാനായിരുന്നു ശ്രമം. ഇതുവഴി ആ സമയത്ത് കുന്നമംഗലം SI പ്രദീപ് മച്ചിങ്ങലും സംഘവും പെട്രോളിംഗ് നടത്തുകയായിരുന്നു. നേരിയ സംശയം തോന്നി പരിശോധിച്ചപ്പോൾ വിചാരിച്ച പോലെ തന്നെ മോഷണ ശ്രമം. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച അസം സ്വദേശിയായ ബാബുലിനെ പോലീസ് കീഴ്പ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളുടെ പശ്ചാത്തലം പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2 മാസം മുമ്പാണ് പിടിയിലായ ബാബുൽ കളന്തോടെത്തിയത്. ഇവിടെ വാടക ക്വാർട്ടേഴ്സ് എടുത്ത് പെയിന്റിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ATM മോഷണം ആസൂത്രണം. മറ്റ് കേസുകളുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. 2:30 അടുത്ത സമയത്ത് തന്നെയാണ് മറ്റൊരു മോഷണം. സ്ഥലം പേരാമ്പ്ര. വിദേശത്ത് കുടുംബമായി താമസിക്കുന്ന വീട്ടുകുനി ഖാദറിന്റെ വീട്ടിലാണ് മോഷ്ടാക്കൾ പൂട്ടുപൊളിച്ച് അകത്ത് കയറാൻ ശ്രമിച്ചത്. 2 അംഗ സംഘമാണ് പിന്നിൽ. മഴക്കോട്ടും മാസ്കും ധരിച്ചെത്തിയ മോഷണ സംഘത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രതികൾക്കായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് കുന്നമംഗലത്ത് വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം. ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറി മേശയിൽ സൂക്ഷിച്ച പണം മോഷ്ടിച്ചു. സമീപത്തെ ഫുട്വെയർ ഷോപ്പിന്റെ പൂട്ടുപൊളിക്കാനുള്ള ശ്രമവും നടത്തി പാതിയിൽ ഉപേക്ഷിച്ചു. മോഷ്ടാവിൻ്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാത്രി മോഷ്ടാക്കൾ വ്യാപിച്ചതോടെ പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം.